Mount Zion Medical College Hospital, Adur, Pathanamthitta. I am Dr. Vijay Devi, Associate Professor, Department of OBG and Mount Zion Medical College. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക് ഇസ് PCOD or PCOS. It's a very common disease in adolescent females. So what is the problem is, it is a നമ്മളെല്ലാം ചിന്തിക്കും PCODന് ഓവറിയിൽ മാത്രമേ പ്രശ്നമുണ്ട്, ചെറിയ പ്രോബ്ലം ഓവറിയിൽ മാത്രമേ പ്രശ്നമുണ്ടെന്ന് ചിന്തിക്കും. പക്ഷേ അല്ല, PCOD കുറച്ചും കൂടെ അൺട്രീറ്റഡ് ആയിട്ട് പോയെങ്കിൽ സിവിയറായിട്ട് ആകുമ്പോൾ ഇത് ഒരു മൾട്ടി സിസ്റ്റം ഡിസോർഡർ. ഇറ്റ് ഈസ് എ കോംപ്ലെക്സ് എൻഡോക്രൈൻ പത്തോളജി. അപ്പോൾ ഇതിൽ മറ്റ് എന്തെന്ത് സിസ്റ്റം എഫക്റ്റ് ആകുമെന്ന് പറഞ്ഞാൽ ഡയബറ്റീസ്, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇരിക്കും. സോ ഡയബറ്റീസ് വരാൻ സാധ്യതയുണ്ട്, ഹൈപ്പർ ടെൻഷൻ വരാൻ സാധ്യതയുണ്ട്, ഹൈ കൊളസ്ട്രോൾ ലെവൽ പോകാൻ സാധ്യതയുണ്ട്. അതല്ലാതെ ഇങ്ങനെ അൺട്രീറ്റഡ് ആയിട്ട് പോകുമ്പോൾ റാർലി ലൈക്ക് ഒരു 60-65 ഇയേഴ്സ് ആകുമ്പോൾ ഇവർ ഒരു ക്രോണിക് PCOD പേഷ്യൻറ്റ്, 13 വയസ്സ് തൊട്ട് 50 വയസ്സ് വരെ ഇവർ PCOD തന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഫീമെയിൽ പേഷ്യൻസ്ക്ക് എൻഡോമെട്രിയൽ ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. സോ അത്ര ഇമ്പോർട്ടൻസ് ഉള്ളത് എത്ര ഇപ്പോൾ നമുക്കത് ഹൗ മച്ച് ആസ് ഇറ്റ് അഫക്റ്റഡ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ 20 വർഷം മുൻപ് 5% ഉണ്ടായിരുന്നത്. 20 ഇയേഴ്സ് ബിഫോർ 100 ഫീമെയിലിൽ 5% ഫീമെയിൽക്ക് മാത്രമേ PCOD ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇപ്പോൾ 20 ഇയേഴ്സ് കഴിഞ്ഞ് ഇപ്പോൾ 2025 സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ 35-45% ഓഫ് ഫീമെയിൽസ് ആർ ഹാവിങ് PCOD. 100 ഫീമെയിൽസ് ഉണ്ടെങ്കിൽ അതിൽ 35-45 ഫീമെയിൽസ്ക്ക് PCOD ഉണ്ട്. ഇത് എന്തുവാ PCOD എന്ന് പറഞ്ഞാൽ ഇത് വി വിൽ ക്ലാസിഫൈ PCOD സിംറ്റംസ് ഇൻ ടു 3. സോ ഫസ്റ്റ് ഓവറിയിൽ അഫക്റ്റ് ആകരുത്. ഓവറിയിൽ അഫക്റ്റ് ആകുമ്പോൾ എന്താ സംഭവം നടക്കണം പറഞ്ഞാൽ അണ്ടോപാദം ഒവ്യുലേഷൻ നടക്കത്തില്ല. അണ്ടം കുറുക്കളായിട്ട് ഇങ്ങനെ പിമ്പിൾസ് പോലെ കുറുക്കളായിട്ട് കൂടുതൽ സിസ്റ്റ് കാണും, കുഞ്ഞായിട്ട് സിസ്റ്റുകൾ കാണും. ആനുവുലേഷൻ അണ്ടോപാദം ഇവർക്ക് നടക്കത്തില്ല. അടുത്തത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഭാഗമായിട്ട് എന്ത് സിംറ്റംസ് ഇവർക്ക് കാണിക്കും അങ്ങനെ പറഞ്ഞാൽ ഒബിസിറ്റി, ബോഡി മാസ് ഇൻഡെക്സ് വെയിറ്റ് കൂടുതലിരിക്കും, ബോഡി മാസ് ഇൻഡെക്സ് മോർ ദാൻ 25 kg ഇരിക്കും. പിന്നെ അതല്ലാതെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം കൊണ്ട് ഇവിടെ നെക്കിലെയും ആക്സിലാലിയും അണ്ടർ ദ ബ്രസ്റ്റിലെയും തൈസിലെയും ഡാർക്ക് പാച്ചസ്, ഡാർക്ക് പിഗ്മെൻറ്റേഷൻ എക്സസ് ആയിട്ട് ഇരിക്കും. പിന്നെ ഇവർക്ക് ഹൈപ്പർ ആൻഡ്രോജനിസം ഉണ്ട്. ഹൈപ്പർ ആൻഡ്രോജനിസം പറഞ്ഞാൽ മെയിൽ ഹോർമോൺസ് ആൻഡ്രോജൻസ് കൂടുതലായിട്ട് ഇരിക്കും. അപ്പം മെയിൽ ഹോർമോൺസ് കൂടുമ്പോൾ മെയിൽക്കുള്ള ഫീച്ചേഴ്സ് പോലെ എക്സസ് ഹെയർ ഗ്രോത്ത് ഇരിക്കും. എസ്പെഷ്യലി ഈ മുഖത്തിലിരിക്കുക രോമങ്ങൾ കൂടുതലിരിക്കും, മീശ പോലെ ഇരിക്കും. പിന്നെ ഇവിടെ ചിന്നിൽ, ചീക്കിൽ, പിന്നെ എക്സസ് ഹെയർ ഗ്രോത്ത് ഇൻ ദ ലിംസ്, വയറിൽ. അപ്പോൾ ഇവർക്ക് എക്സസ് ഹെയർ ഗ്രോത്ത് ഇരിക്കും. പിന്നെ അടുത്തത് ആക്നി, പിമ്പിൾസ് കൂടുതലിരിക്കും. അതല്ലാതെ മെയിൽ പാറ്റേൺ ബോൾഡ്നെസ്സിന് പറയും. അപ്പം നമുക്ക് ഈ മുടിപൊളിവ് കൂടുതലിരിക്കും. ഇവിടെ പാച്ചി ആയിട്ട് ഒരു ബോൾഡ്നെസ് കാണിക്കും. അപ്പോൾ ഇത് നമുക്ക് PCOD ആക്ച്വലി 3 ലെവലായിട്ട്, ഒന്ന് ഓവറിയിൽ എന്താ പ്രശ്നം, പിന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിട്ട് എന്താ പ്രശ്നം, പിന്നെ ഹൈപ്പർ ആൻഡ്രോജനിസം മെയിൽ ഹോർമോൺസ് കൊണ്ട് എന്തെന്തോ പ്രശ്നം. അപ്പോൾ നമുക്ക് വേറെ പേഷ്യൻസിക്ക് ക്ലാസിക്കൽ PCOSൻ്റെ പേഷ്യൻറ്റിന് പറയും സിവിയർ ഫോം ഓഫ് PCOSക്ക് ഇത് 3 ഇരിക്കുമ്പോൾ ഓവറിലെയും PCOD പിക്ചർ സ്കാനിൽ കാണാൻ പറ്റും. അവർക്ക് ഹൈപ്പർ ഇൻസുലിനീമിയയുടെ പിക്ചേഴ്സ് ആയിട്ട് അക്കാന്തോസിസ് നൈഗ്രസ് എന്ന് പറയും. ഇവിടെ ഡാർക്കായിട്ട് കറുപ്പ് പാട പോലെ ഇരിക്കും, കഴുത്തിലെയും ആക്സിലാലിയും ബ്രസ്റ്റിൻ്റെ അണ്ടറിലെയും തൈസിലെയും ഇരിക്കും. അതല്ലാതെ ഇവിടെ തിൻ ഹെയർസ് ഇരിക്കും, ഒരു പാച്ചി ബോൾഡ്നെസ് നമുക്ക് കാണാൻ പറ്റും, എക്സസ് ഹെയർ ഗ്രോത്ത് ഇരിക്കും. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഡയഗ്നോസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റും ഉണ്ട്, സ്കാനുണ്ട്. രണ്ടും കൂടിയാൽ നമുക്ക് PCOD ഡയഗ്നോസ് ചെയ്യും. സോ ബ്ലഡ് ടെസ്റ്റിൽ എന്തെന്ന് നമുക്ക് ചെയ്യാം. ഡേ 2 ഓഫ് മെൻസസിൽ LH, FSH, AMH, അതല്ലാതെ TSH നോക്കണം, പ്രൊലാക്റ്റിൻ നോക്കണം. ഇത് നമുക്ക് ഒവ്യുലേഷൻ നടക്കത്തുണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടി. പിന്നെ അതല്ലാതെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, ഫാസ്റ്റിംഗ് ലൈപ്പിഡ് പ്രൊഫൈൽ, ഫാസ്റ്റിംഗ് സീറം ഇൻസുലിൻ ലെവൽസ് നോക്കണം. പിന്നെ സ്കാൻ ചെയ്യണം. അൾട്രാസൗണ്ടിൽ എങ്ങനെ നമുക്ക് PCOD അറിയുന്നത്, നമുക്ക് ഒരു ക്ലാസിക് പിക്ചർ ഉണ്ട്, അതിൻ്റെ പേര് പോളിസിസ്റ്റിക്. അപ്പോൾ ഓവറിൻ്റെ അകത്തെ ഇങ്ങനെ നെക്ലസ് പാറ്റേൺ പറയും. നെക്ലസ് പോലെ കുറുക്കളായിട്ട് കുഞ്ഞായിട്ട് കുറേ ഫോളിക്കിൾസ് ഓവറിയിലിരിക്കും. ഓവറിയുടെ സൈസ് കൂടിയിരിക്കും, ഓവറിൻ്റെ വോള്യൂം മോർ ദാൻ 10 mm ഇരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടിയതാണ് ഇറ്റ്സ് കോൾഡ് എസ് റോട്ടർഡംസ് ക്രൈറ്റീരിയ ടു ഡയഗ്നോസ് PCOD. അപ്പോൾ ഇത്ര നമുക്ക് ബ്ലഡിലും പ്രശ്നമുണ്ട്, സ്കാനിലും പ്രശ്നമുണ്ട്. ഇത് രണ്ടിനും കൂടെ നമ്മൾ കമ്പൈൻ ആക്കിയിട്ട് PCOD ഡയഗ്നോസ് ചെയ്യും.
ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂ ഉണ്ടോ ഇപ്പോൾ ഇതിൻ്റെ ഈ PCOD ആളെ നമുക്ക് എന്തെന്ത് പ്രശ്നം വരും? ഒന്ന്, അണ്ടോർപാദം നടക്കത്തില്ല. അണ്ടോർപാദം നടക്കാതെ ശേഷം ഇവർക്ക് എല്ലാ മാസവും പീരിയഡ്സ് കറക്റ്റ് ആവത്തില്ല. 35 ഡേയ്സ്ക്ക് കൂടുതലിരിക്കും. അല്ലെങ്കിൽ 2 months once കാണും, 3 months once കാണും, 6 months once കാണും. ഞാൻ കുറേ പേഷ്യൻ്റ് കണ്ടിട്ടുണ്ട് 2 വർഷത്തേക്ക് ഒരു പ്രാവശ്യമേ മെൻസസ് ആവത്തുണ്ട്. സോ അതും ഒരു പ്രശ്നം. അടുത്ത പ്രശ്നം, 3 മാസം 4 മാസം കഴിഞ്ഞിട്ട് മെൻസസ് ആകുമ്പോൾ എക്സസീവ് ബ്ലീഡിങ് ഇരിക്കും. എക്സസീവ് ബ്ലീഡിംഗ് എന്ന് പറയുമ്പോൾ കുറേ ക്ലോട്ട്സ് ഇരിക്കും. 7 days 10 daysന് എക്സസീവ് ബ്ലീഡിങ് കാണും. പിന്നെ അടുത്ത വിഷയം, ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂ ഉണ്ടോ എന്ന് നോക്കണം. ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂ സിവിയർ PCOS, ഞാൻ പറഞ്ഞതുപോലെ ഈ ബ്ലഡ് ടെസ്റ്റ് ഫുള്ളും ഡീഅറേഞ്ച്മെൻറ്റ് അബ്നോർമൽ ഉള്ളവർക്ക് അണ്ടോർപാദം നടക്കാത്തതാ ഇതിൻ്റെ പ്രശ്നം. അണ്ടോർപാദം നടന്നില്ലെങ്കിൽ നമുക്ക് പ്രഗ്നൻസി കാണത്തില്ല. അപ്പോൾ PCODയിൽ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂ ഉണ്ട്. സിവിയർ PCOD നമ്മൾ ഇത് മാറ്റിയില്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂ ഉണ്ട്. ആൻഡ് PCOD ഈസ് ആക്ച്വലി വൺ ഓഫ് ദ ലീഡിങ് കോസ് ഫോർ ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി. പിന്നെ ഇതിനെ ക്യൂർ ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇത് ഒരു ജെനറ്റിക് റിലേഷൻ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ഒരു ഫാമിലി ആൻഡ് ജെനറ്റിക് റിലേറ്റഡ് ഉണ്ട്. നമുക്ക് മദർക്ക് ഫാമിലി ഹിസ്റ്ററി ഓഫ് PCOS വിത്ത് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഫാദർ ഒബിസിറ്റി, അച്ഛനക്ക് ഒബിസിറ്റി, അച്ഛനക്ക് ഷുഗർ, കൊളസ്ട്രോൾ, BP അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കും PCOD വരും. PCOD സിവിയാരിറ്റിയിൽ എന്തെന്ത് വരും? PCOD ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ പോരവർക്ക് ഞാൻ പറഞ്ഞതുപോലെ ഡയബറ്റീസ് വരും. ഒരു 35-40 years കഴിഞ്ഞിട്ട് ഹൈപ്പർ ടെൻഷൻ വരും, കൊളസ്ട്രോൾ ലെവൽ കൂടും, ഹാർട്ടിൻ്റെ പ്രശ്നം ഫ്യൂച്ചറിൽ വരാം, ഹാർട്ട് അറ്റാക്കോ അല്ല കൊളസ്ട്രോൾ കൂടി ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെ പറഞ്ഞതുപോലെ എൻഡോമെട്രിയൽ ക്യാൻസർ വളരെ സാധ്യം ഉണ്ട്. പിന്നെ ഇത് എങ്ങനെ ഇൻഫെർട്ടിലിറ്റി എങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ, ഇൻഫെർട്ടിലിറ്റിക്ക് ഇപ്പോൾ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഹോർമോൺ ടാബ്ലറ്റ് ഇടാം, അല്ലെങ്കിൽ ട്രാനക്സ ടാബ്ലറ്റ് കൊടുക്കാം. പിന്നെ പീരിയഡ്സ് റെഗുലർ ആക്കുമ്പോൾ നമുക്ക് ഹോർമോൺ ടാബ്ലറ്റ്സ് ഉണ്ട്. അപ്പോൾ എഫേർട്ട് 2 സൈഡ് ഇടണം. ഡോക്ടേഴ്സും ട്രീറ്റ്മെൻറ്റ് കൊടുക്കും, പേഷ്യൻ്റെ ഭാഗത്തിൽ അവർക്ക് എങ്ങനെ അവർ സ്വന്തമായിട്ട് എങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം PCOD എന്ന് നോക്കണം. വെയ്റ്റ് റിഡക്ഷൻ, നിങ്ങളോട് BMI ബോഡി മാസ് ഇൻഡെക്സ് അത് നിങ്ങളുടെ ഗൂഗിളിൽ ഇട്ടായിരിക്കും. നിങ്ങളുടെ ബോഡി മാസ് ഇൻഡെക്സ് ഷുഡ് ബി ലെസ് ദാൻ 25. അതിൻ്റെ ഏത് രീതിയിൽ ഡയറ്റും എക്സസൈസും ചെയ്യണം. ഡയറ്റിന് പറഞ്ഞാൽ ഫ്രൈഡ് ഫുഡ്സ്, ഐസ്ക്രീംസ്, ചിപ്സ്, ഔട്ട്സൈഡ് ഫുഡ്, ബർഗേഴ്സ് ഇതെല്ലാം ഒന്ന് കുറച്ചിട്ട് ഹോം മെയ്ഡ് ഫുഡ്സ് ആയിട്ട് എടുക്കണം. മന്ത്ലി വൺസ് ഒരു ചീറ്റ് ഡേ വെച്ച് നമുക്ക് യു ക്യാൻ ഗോ ആൻഡ് ഹാവ് ഔട്ട്സൈഡ് ഫുഡ്. പിന്നെ റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി 1 hour പെർ ഡേ. എയ്തർ യു ഡു എ വാക്കിംഗ്, ബ്രിസ്ക് വാക്കിംഗ്, ജോഗിങ്, ഓർ യു ക്യാൻ ഗോ ആൻഡ് ഹിറ്റ് ജിമ്മൊക്കെ പോയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ റെഗുലർ എക്സസൈസ് ചെയ്ത് ഒരു 3 to 6 monthsനുള്ളിൽ നിങ്ങളുടെ ഒരു 5 kg, ഇപ്പോൾ ഒരു 80 കിലോ ഉള്ള ആൾ ഒരു 5 kg വിത്തിൻ 6 months റെഡ്യൂസ് ചെയ്താൽ തന്നെ നമുക്ക് റെഗുലർ മെൻസസ് ആകും. 6 monthsക്ക് ശേഷം റെഗുലർ മെൻസസ് തുടങ്ങും. ഈ 6 monthsക്ക് നമ്മൾ ഹോർമോൺ ടാബ്ലറ്റ് കൊടുക്കും പീരിയഡ്സ് റെഗുലർ ആകാൻ വേണ്ടി. പിന്നെ നമുക്ക് അധികം ഹോർമോൺ ടാബ്ലറ്റും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ കൂടുതൽ ഇതിനെ പ്രിവെൻറ്റ് ചെയ്തത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ഡയറ്റും എക്സസൈസും ചെയ്യാം, ബോഡി മാസ് ഇൻഡെക്സ് കറക്റ്റ് വെക്കാം. PCOS ഈസ് ആക്ച്വലി ക്യൂറബിൾ. ഇൻഫെർട്ടിലിറ്റിക്ക് നമുക്ക് ഇൻഫെർട്ടിലിറ്റീൻ്റെ പ്രശ്നം വരുമ്പോൾ ഇൻഫെർട്ടിലിറ്റിക്ക് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ആനുവുലേഷൻ, അണ്ടോപാദം നടക്കാതെ തന്നെ പ്രശ്നം. അപ്പോൾ അണ്ടോപാദം നടക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ടാബ്ലറ്റ്സ് കൊടുക്കാം. പിന്നെ അതല്ലാതെ IUI ഓപ്ഷൻസ് ഉണ്ട്. ലാസ്റ്റ് മാർഗമായിട്ട് IVF ഓപ്ഷൻസും ഉണ്ട്. So, is it preventable? It is preventable. Is it completely curable? It is not completely curable. And it is preventable. Do they have a quality life? നല്ല മുന്നോട്ട് പോകാൻ പറ്റും. ഐഡിയൽ എക്സസൈസ്, ഡയറ്റ് ചെയ്ത് അവരുടെ വെയിറ്റ് കറക്റ്റായിട്ട് വെച്ച PCOD ഒരു പ്രോബ്ലമേ അല്ല. പിന്നെ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂ ഞാൻ പറഞ്ഞതുപോലെ ചില PCODക്ക് റെഗുലറായിട്ട് അവർ മെൻസസ് ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ സ്കാനിൽ മാത്രമേ PCOD കൊടുത്തിരിക്കും. അങ്ങനെ ഉള്ളവർ കുഴപ്പമില്ല. റെഗുലർലി എവറി 28 days to 35 days പീരിയഡ്സ് ആകുന്നവർക്ക് ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂ വളരെ കുറവ്. പീരിയഡ്സ് ഇറെഗുലർ ആയിട്ട് ഉള്ളവർക്ക് ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂ ഉണ്ട്. ഓക്കെ, അപ്പോൾ PCOS കുറിച്ച് ഏത് ഡൗട്ട് இருந்தாலும் PCOS പോലെ നിങ്ങൾക്ക് ഒരു സിംറ്റംസ് തോന്നുവാണെങ്കിൽ ഗൈനക്കോളജിസ്റ്റ് വന്ന് കണ്ട് യു ക്യാൻ അപ്രോച്ച് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് പ്ലീസ് ഹെൽപ്പ് യുവർ സെൽഫ്. ആൻഡ് PCOD പേടിക്കുന്ന രീതിയിൽ, ആസ് ഐ ടോൾഡ് യു, വൺ ഓഫ് ദ ലീഡിങ് കോസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി, ബട്ട് ഇറ്റ് ഈസ് ഓൾസോ ദ ഈസിയസ്റ്റ് ഫോം ഓഫ് ഇൻഫെർട്ടിലിറ്റി ടു ട്രീറ്റ്.
ആക്ച്വലി. അപ്പോൾ അധികം പേടിക്കേണ്ട. ഒന്ന് പറഞ്ഞതുപോലെ ഒരു ഡയറ്റ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വീട്ടിൽ അമ്മയ്ക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്ത് വീട്ടിലെ കാര്യങ്ങളെ ഹെൽപ്പ് ചെയ്യുക. അല്ല എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞാൽ 1 hour ഒരു മീ ടൈം എടുത്തിട്ട് വർക്കൗട്ട് ചെയ്ത് ഫിസിക്കൽ ആക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്ത് ഒന്ന് വെയിറ്റ് റിഡക്ഷൻ ചെയ്താൽ മതി. PCOD ഈസ് നോട്ട് എ ബിഗ് പ്രോബ്ലം.